ബൈബിൾ സ്റ്റോറിയിൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പത്രോസിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. പത്രോസ് യേശുവിൻ്റെ ശിഷ്യനാകുന്നതിന് മുമ്പ് പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. ഒരിക്കൽ പത്രോസ് കടലിൽ മീൻ പിടിക്കുവാൻ പോയി ഒന്നും കിട്ടാതെ തിരികെ വരുമ്പോഴാണ് യേശുവിനെ ആദ്യമായി പത്രോസ് കാണുന്നത്. അങ്ങനെ പുറം കടലിൽ പോയി പത്രോസ് മീൻ പിടിച്ചിട്ട് തിരികെ വരുമ്പോൾ പത്രോസ് ഇങ്ങനെ വല കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് വെച്ചേക്കുക. പത്രോസ് തൻ്റെ പടകിൽ, അതായത് തൻ്റെ വള്ളത്തിൽ ഏകനായി താൻ വല കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്നും കിട്ടാതെ പത്രോസ് കരയിലേക്ക് മടങ്ങി വന്നു. അതിനുശേഷം തൻ്റെ വലയെല്ലാം കഴുകി വൃത്തിയാക്കി താൻ വല അടുക്കി വെക്കുകയാണ്. അപ്പോൾ പത്രോസിൻ്റെ കൂടെയുള്ളവർ, നമുക്കറിയാം മീൻ പിടിക്കാൻ പോകുന്ന എല്ലാവർക്കും മീൻ കിട്ടണമെന്നില്ല. ചിലവർക്ക് മീൻ കിട്ടും, ചിലവർക്ക് നിറയെ മീൻ കിട്ടും, ചിലർക്ക് കുറച്ച് മീൻ കിട്ടും. അങ്ങനെ ഒരു ഹാർബറിൽ വള്ളങ്ങൾ മീനുമായി വരുന്ന പല അളവിലാണ്. ചിലർക്ക് മീൻ കിട്ടണമെന്നില്ല. അങ്ങനെ പത്രോസിൻ്റെ കൂടെയുള്ള നിരവധി മുക്കുവന്മാർ മീൻ നിരവധി കിട്ടിയവരുണ്ട്, പകുതി കിട്ടിയവരുണ്ട്. അങ്ങനെ മീൻ പിടിച്ച് അവർ ലേലമൊക്കെ ചെയ്ത് അവർ വളരെയധികം സന്തോഷത്തോടെയും ആരവത്തോടെയും കുറച്ച് മാറി അവരുടെ വള്ളത്തിൽ നിന്ന് മീൻ ഇറക്കുന്നു. ആ മീൻ ഇറക്കിയ മീൻ കൊട്ടയിലാക്കുന്നു. അത് തലച്ചുമടൽ കൊണ്ടുപോയി വിൽക്കുന്നു. ആളുകളോട് മീനിൻ്റെ വില പറയുന്നു, ലേലം വിളിക്കുന്നു. പിന്നെ അവരുടെ വീട്ടുകാരൊക്കെ അറിയാം, പഴയ കാലത്ത് ആ കടലിനോട് അരികിലായിരിക്കാം ഒരുപക്ഷെ മുക്കുവന്മാർ താമസിക്കുന്നത്. സ്വാഭാവികമായിട്ടും അരയന്മാർ കടലിൽ പോയി തിരികെ വരുമ്പോൾ അവരുടെ മക്കളും ഭാര്യമാരും കുടുംബ അംഗങ്ങളെല്ലാം ഓടി വള്ളത്തിൻ്റെ അരികിലേക്ക് സാധാരണയായി വരും. അങ്ങനെ ഓരോ വള്ളങ്ങൾ കരയിലേക്ക് വരുമ്പോൾ അവരുടെ വീട്ടുകാർ ഓടി എന്ത് മീനാണ് കിട്ടിയതെന്ന് അറിയാൻ അവരുടെ വള്ളത്തിനരികിലേക്ക് വീട്ടുകാർ ഓടി വരും. അങ്ങനെ നിറവള്ളവുമായി മീനുമായി വന്ന വള്ളങ്ങൾ അരികിലുണ്ട്. അവരുടെ വള്ളത്തിൻ്റെ മീനിൻ്റെ അളവിനനുസരിച്ച് അവർ വളരെ സന്തോഷവാന്മാരാണ്. അവരുടെ വീട്ടുകാരും അരികിൽ നിന്ന് മീൻ ഇറക്കുകയും അതിൻ്റെ വളരെ സന്തോഷമായി അവരുടെ മീൻ കിട്ടിയതിൻ്റെ ആ സന്തോഷങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നു. പക്ഷേ നമ്മുടെ കഥാപാത്രമായ പത്രോസ് താൻ അല്പം മാറി ഒന്നും കിട്ടാത്ത വലയും വള്ളവുമായി താൻ ഏകനായി വളരെ സങ്കടത്തോടുകൂടി താൻ തല താഴ്ത്തി വല കഴുകി അടുക്കി വെക്കുകയാണ്. അപ്പോൾ പത്രോസിൻ്റെ മക്കളും വീട്ടുകാരും ഭാര്യയൊക്കെ സ്വാഭാവികമായി ഓടി വള്ളത്തിനരികിലേക്ക് വന്നേക്കാം. അപ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ എല്ലാവർക്കും മീൻ കിട്ടുമ്പോൾ ഒരാൾക്ക് മാത്രം മീൻ കിട്ടാതെ തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കുടുംബ അംഗങ്ങളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കാൻ വളരെയധികം സങ്കടമായിരിക്കാം, വിഷമമായിരിക്കാം. അങ്ങനെ പത്രോസ് തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിയാതെ താൻ വിഷമത്തോടെ വല കുടയുകയാണ്. അങ്ങനെ വല കുടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ഒന്നും മിണ്ടുന്നില്ല, മക്കളും ഒന്നും മിണ്ടാതെ അവർ മീനുമായി വന്ന വള്ളത്തിലേക്ക് നോക്കുകയാണ്. അവർ വളരെ സന്തോഷത്തോടെ മീൻ ഇറക്കി കച്ചവടം ചെയ്യുന്ന ആ കാഴ്ചകൾ കണ്ട് അവരുടെ വളരെയധികമായ മനസ്സ് വിഷമത്തോടെ നിറയുകയാണ്. അപ്പോൾ നമ്മുടെ പത്രോസ് സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ്, കുടുംബാംഗങ്ങളോടൊപ്പം പത്രോസ് സങ്കടത്തോടെ ഇരിക്കുമ്പോൾ യേശു ആ വഴി വരികയാണ്. അപ്പോൾ യേശു കർത്താവ് നടന്നു വരുമ്പോൾ ഒരു മുക്കുവനായ പത്രോസിന് ഇത് വരുന്നത് ദൈവമാണ് എന്നൊന്നും പത്രോസിന് അറിയില്ല. അപ്പോൾ യേശു ഈ കാഴ്ചകളെല്ലാം കണ്ടു. ഒന്നും കിട്ടാതെ കാല് വള്ളവുമായി നിൽക്കുന്ന പത്രോസിൻ്റെ ആ ദയനീയമായ അവസ്ഥ കണ്ട് കർത്താവിന് വളരെയധികം വിഷമമുണ്ടാകുന്നു, സങ്കടമുണ്ടാകുന്നു.
അപ്പോൾ യേശു പത്രോസിൻ്റെ വള്ളത്തിനരികിൽ നിന്ന് പത്രോസിൻ്റെ വള്ളത്തിൽ കയറുന്നു. എന്നിട്ട് യേശു, ഇപ്പോൾ ഞാൻ പറയുന്നതൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. അപ്പോൾ യേശുവിനെ ആരാണ്, അതായത് ഈ നിൽക്കുന്ന യേശു ദൈവമാണ് എന്നൊന്നും പത്രോസിന് അറിയില്ല. അപ്പോൾ യേശു പറയുകയാണ്, നീ നിൻ്റെ വല ഈ ഭാഗത്തേക്ക് വലയൊന്ന് എറിയുക. അപ്പോൾ നമുക്കറിയാം, പുറം കടലിൽ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ പുറം കടലിൽ മീൻ പിടിക്കുന്ന ഒരു മുക്കുവനോട് വഴിയെ പോകുന്ന ഇല്ലെങ്കിൽ വഴിയരിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, നിനക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഈ സൈഡിലോട്ടൊന്ന്, അതായത് പുറംകടലിലാണ് ഏറ്റവും കൂടുതൽ മീനുകളുള്ളത്. ഈ അരികോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത്, കടലിൻ്റെ ഈ ഭാഗങ്ങളിൽ മീൻ സ്വാഭാവികമായിട്ട് നിൽക്കുന്ന കുറവാണ്. അപ്പോൾ വഴിയെ പോകുന്ന ഒരാൾ ഒന്നും കിട്ടാതെ നിൽക്കുന്ന ഒരാളോട് പറയുകയാണ്, നീ സൈഡിലോട്ട് വലയൊന്ന് എറിഞ്ഞ് നിനക്ക് ഇപ്പം ഞാൻ നിനക്ക് മീൻ പിടിച്ചു തരാം എന്ന് പറയുവാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ പറയും, നീ എന്നെ പണി പഠിപ്പിക്കണ്ട, നീ നിൻ്റെ കാര്യം നോക്കാൻ പറയും. പക്ഷേ പത്രോസ് അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞത്, നാഥാ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല എന്ന് പത്രോസ്, ഒരു മുക്കുവനായ ഒരു മനുഷ്യൻ, അത് നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യൻ, മറ്റൊരു മനുഷ്യനോട് പണി പഠിപ്പിക്കാൻ വരുന്ന മറ്റൊരു മനുഷ്യനോട് ഇങ്ങനെ പറയണമെങ്കിൽ ആ സ്ഥാനത്ത് പത്രോസ് ദേഷ്യപ്പെടേണ്ടതാണ്. പക്ഷേ പത്രോസ് അപ്പോൾ യേശുവിനോട് തൻ്റെ വേവലാതി പറയണമെങ്കിൽ പത്രോസ് എത്രത്തോളം കഷ്ടതയിലാണ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമ്മൾ ഓർക്കണം. എത്രത്തോളം, മലയാളത്തിൽ പറഞ്ഞാൽ എത്രത്തോളം ഗതികെട്ട് നിൽക്കുകയാണ് പത്രോസ്. വഴിയെ പോകുന്ന ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് വല ഇറക്കണമെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, വഴിയെ പോകുന്ന ഒരാളെ, അപ്പോൾ പത്രോസിന് യേശു ആരാണെന്നൊന്നും അറിയില്ല, ഈ നിൽക്കുന്ന മനുഷ്യൻ ആരാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പത്രോസ് മറ്റുള്ള ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടുകൊണ്ട് വല ഇറക്കണമെങ്കിൽ പത്രോസ് നേരത്തെ പറഞ്ഞ പോലെ വളരെ ഗതികെട്ടിരിക്കുകയാണ്. അങ്ങനെ ഗതികെട്ട് നിൽക്കുന്ന സമയത്ത് ഏതായാലും പത്രോസ് തിരികെ മറുപടി യേശുവിനോട് പറയാണ്, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല നാഥ, എന്നാൽ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. സാധാരണ ഒരു മുക്കുവനാണെങ്കിൽ അരികിൽ നിൽക്കുന്ന വള്ളങ്ങൾക്കെല്ലാം ഇഷ്ടംപോലെ മീൻ കിട്ടി, തനിക്ക് മീൻ കിട്ടിയില്ല, സ്വാഭാവികമായിട്ട് ദേഷ്യം ഉണ്ടാകാം. അപ്പോൾ സൈഡിൽ നിൽക്കുന്ന ഒരാൾ പറയാം, നിനക്ക് മീൻ പിടിക്കാൻ അറിയത്തില്ല, ഞാൻ ഇങ്ങോട്ട് വല ഇറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ കാര്യത്തിന് പോകാൻ പറയും, ഇല്ല നീ എന്നെ പണി പഠിപ്പിക്കേണ്ടെന്ന് പറയും. പക്ഷേ പത്രോസ് അങ്ങനെ പറയാതെ യേശുവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് യേശു പറഞ്ഞ ഭാഗത്തേക്ക് വലയിറക്കി. പത്രോസ് പറയാണ്, നിൻ്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം. അപ്പോൾ പത്രോസും യേശുവും വള്ളത്തിൽ നിൽക്കുന്നു. പത്രോസ് വലയിറക്കി കഴിഞ്ഞു. വലയിറക്കിയതിന് ശേഷം യേശു പറഞ്ഞതുപോലെ തന്നെ അവൻ വല വലിക്കുകയാണ്. പത്രോസ് വല വലിച്ചപ്പോൾ അനേകം മീൻകൂട്ടം, അന്ന് വരെ പത്രോസ് കണ്ടിട്ടില്ല അതുപോലൊരു മീൻകൂട്ടം, വലിയൊരു മീൻകൂട്ടം പത്രോസിൻ്റെ വലയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷം. പത്രോസിന് അത്ഭുതമാണ്. കാരണം ഏറ്റവും കൂടുതൽ ചാകര ഉള്ളത് പുറം കടലിലാണ്. പക്ഷേ എങ്ങനെയാണ് ഈ കടലിൻ്റെ അരികിലായി ഇത്ര വലിയ മീൻകൂട്ടം വന്നത്? അതായത് ഈ മനുഷ്യൻ പറഞ്ഞ ഭാഗത്തേക്ക് ഞാൻ വലയിറക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ഇത്രയും മീൻകൂട്ടം എങ്ങനെയാണ് ഇത്രയും മീൻകൂട്ടം എനിക്ക് കിട്ടിയതെന്ന് ഓർത്തുകൊണ്ട് പത്രോസ് വളരെയധികം അത്ഭുതത്തോടു കൂടി അപ്പോൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അവിടെ പത്രോസിന് അത്രത്തോളം മീൻ കിട്ടിയത് നമുക്കറിയാം. നമ്മൾ പഴയ ഒരു പാട്ട് നമ്മൾ പാടും, അതായത് കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. വളരെ പഴയൊരു പാട്ടാണ്. കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു.
അതുപോലെ സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, സങ്കീർത്തന പുസ്തകത്തിൽ, അതായത് വലിയ മത്സ്യങ്ങൾ അതിന് തീൻ കിട്ടേണ്ടതിന് അവയും തൻ്റെ സൃഷ്ടാവിനെ നോക്കുന്നു. സൃഷ്ടിച്ച ദൈവം, അതായത് ഈ ചരാചരങ്ങളെയും ഈ സമുദ്രത്തെയും സമുദ്രത്തിലെ ആഴങ്ങളിൽ കിടക്കുന്ന വലുതും ചെറുതുമായ അസംഖ്യ ജന്തുക്കളെ സൃഷ്ടിച്ച സൃഷ്ടാവ് കൽപ്പിച്ചപ്പോൾ മീനുകൾ അതനുസരിച്ചു. അങ്ങനെ ഈ വലിയ മീനുകൾ വലയിൽ വന്ന് കയറിയതുകൊണ്ട് പത്രോസിന് വലിയൊരു മീൻകൂട്ടം പത്രോസിന് ലഭിക്കുവാനിടയായി. നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ദൈവത്തോട് ചോദിച്ചു കാണും, കർത്താവേ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഞാൻ വളരെയധികമായ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി, ഞാൻ ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് പ്രയത്നിച്ചു, ഞാൻ എൻ്റെ വിയർപ്പൊഴുക്കിക്കൊണ്ട് ഞാൻ പണിയെടുത്തു, കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് മഴയും മഞ്ഞും ഏറ്റുകൊണ്ട് ഞാൻ വളരെയധികമായ പാടുപെട്ടു, രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നിട്ട് എനിക്ക് നാളിതുവരെയായും എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല. എൻ്റെ കൂടെയുള്ളവർ ഒരുപാട് പേർ, എൻ്റെ കൂടെ വലത്തും ഇടത്തും നിന്നവരെല്ലാം അനുഗ്രഹത്തോടെ കടന്നുപോയി, അവരൊക്കെയും അനുഗ്രഹപ്പെട്ടു, അനുഗ്രഹം അവർക്കൊക്കെയും ഉണ്ടായി. എന്നാൽ എനിക്ക് നാളിതുവരെയായും ഒരു നന്മയും എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല നാഥ. പത്രോസ് പറയുന്ന പോലെ രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പത്രോസിൻ്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ യേശുവിൻ്റെ വാക്ക് കേൾക്കേണ്ടതായിരിക്കുന്നു. യേശു പറയുന്ന ഭാഗത്തേക്ക് നിങ്ങളുടെ ജീവിതമാകുന്ന നൗക, ആ ചെറിയ വഞ്ചി ഒന്ന് ദിശ മാറ്റിവിടുക. കർത്താവ് പറയുന്നിടത്തേക്ക് നിൻ്റെ വല ഒന്ന് ഇറക്കുക. എങ്കിൽ വലിയ മീൻകൂട്ടം, വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരും. ഈ ചെറിയ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടം ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിലും നല്ല ഒരു കഥയുമായി വരാം. എല്ലാവർക്കും